അപ്പൊ ദുബായ്, ബഹ്റിൻ, ഖത്തർ രാജ്യങ്ങളോട് ഞാൻ പറയുകയാണ്, എനിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ വരും. അവിടെ വന്ന് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്നാലും ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പോകാനായിട്ട് എനിക്ക് തയ്യാറാണ്. കാരണം 1000 ടിക്കറ്റ് അയച്ചു തന്നില്ലെങ്കിലും സ്വന്തമായിട്ട് റിസ്കിൽ ഞാൻ സന്തോഷമായിരിക്കും പോയിരിക്കും. ഇത് ആരുടെ വെല്ലുവിളിയല്ല, ഓരോ മലയാളികളുടെ സ്വപ്നം എന്ന് പറഞ്ഞ പോലെ എന്റെ ഒരു ആഗ്രഹമാണ്. ഇങ്ങനത്തെ ഒരുപാട് പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അല്ലാണ്ട് എനിക്ക് ഈ രാജ്യങ്ങളിൽ വരാൻ ബേസിക്കലി വലിയൊരു ആഗ്രഹമല്ല. പക്ഷെ ഭയങ്കരമായിട്ട് കളിയാക്കല് കിട്ടുന്നൊരു ഇതായതുകൊണ്ട് കല്യാണം പോലെ അല്ല ഈ പറയുന്ന രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. കല്യാണം ബേസിക്കലി ഒരു പെൺകുട്ടിക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു പ്രശ്നം നടക്കുള്ളൂ. പക്ഷെ അതുപോലെ അല്ല ഈ ഒരു രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. നമുക്ക് ഇപ്പോ എയർലൈൻസിൽ പോയിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോരാം, മനസ്സിലായി. അപ്പൊ അത് ആരും വിളിക്കേണ്ട ആവശ്യമില്ല. എന്റെ പാസ്പോർട്ട് മറ്റേ കാണിച്ചിട്ട് ചെക്ക് ചെയ്തപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. രാജ്യം വിടാനായിട്ട് വലിയ എന്താ പറയുക കേസും കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ എന്തായാലും പോകും. അടുത്തൊരു മാർച്ചിലുള്ള എന്തായാലും